സെക്കൻഡ് മാരേജ് കഴിഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കാരണങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഒരാളോട് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പം സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ സെപ്പറേറ്റഡ് ആണ്. നമ്മൾ അധികകാലം ഒന്നിച്ചുണ്ടായില്ല കേട്ടോ. നമ്മൾ സെപ്പറേറ്റഡ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമില്ലാത്തൊരു കാര്യം. കാരണം ആ ഒരു ഭാഗം എനിക്ക് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമില്ല. അത്രക്കൊരു അതിനെപ്പറ്റി നമ്മൾ പറയാത്തതല്ലേ. സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഇപ്പം സെപ്പറേറ്റഡ് ആണ്. പക്ഷെ ഡിവോഴ്സ് അല്ല. നെക്സ്റ്റ് മന്ത് നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേനും ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ കുറേ ആൾക്കാരോട് സംശയമായിരുന്നു, സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ, പിന്നെ എന്താണെന്നുള്ളത്. സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ടോ, പക്ഷേ സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ്. ഇപ്പോൾ നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഡിവോഴ്സ് ആവുകയാണ്, അത്ര തന്നെ. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ട് അവരായി അവരുടെ പാടായി, നമ്മളായി നമ്മളെ പാടായി. ഞങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപാടാറില്ല, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപാടാറില്ല. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി ആരും ഈ സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് വരണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ ആൾക്കാർ, കുറച്ചൊന്നുമില്ല കുറച്ചധികം ആൾക്കാർ ഇന്ന ആളുടെ വൈഫല്ലേ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അയാളുടെ വൈഫല്ല.